നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. ഇന്ത്യ UK വ്യാപാര കരാറിന് അംഗീകാരം. ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. തീരുമാനം പ്രധാനമന്ത്രിമാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം. ഇന്ത്യയിലെ സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് തീരുവ ഒഴിവാക്കും. രാജ്യത്തെ കർഷകർക്കും വ്യവസായങ്ങൾക്കും ഗുണം ചെയ്യുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമ്മ താരസംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരം കടുക്കും. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാമേനോനും ഉൾപ്പെടെ 6 പേർ മത്സരത്തിന്. ജോയ് മാത്യുവിന്റെ പത്രിക തള്ളി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നവ്യ നായർ മത്സരിക്കും. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്ന് അൻസിബയും സരയുവും. ദക്ഷിണ കന്നഡയിലെ ധർമ്മസ്ഥലയിൽ കൊലപാതകങ്ങൾ നടന്നുവെന്ന വെളിപ്പെടുത്തലിൽ സാക്ഷിമൊഴി പുറത്ത്. ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് ശുചീകരണ തൊഴിലാളിയുടെ സാക്ഷിമൊഴി. കൊലപാതകങ്ങൾ നേരിട്ട് കണ്ടെന്നും മറവ് ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും മൊഴി. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ അതിർത്തി സംഘർഷം. 10 പൗരന്മാർ കൊല്ലപ്പെട്ടു. 14 പേർക്ക് പരിക്ക്. സംഘർഷമുണ്ടായത് ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ. റഷ്യൻ വിമാനം തകർന്ന് 50 മരണം. അപകടത്തിൽപ്പെട്ടത് അങ്കാറ എയർലൈൻസിന്റെ AN-24 വിമാനം. അപകടമുണ്ടായത് ലാൻഡ് ചെയ്യുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ്. മരിച്ചവരിൽ 5 പേർ കുട്ടികൾ. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് ഊർജ്ജം നൽകുന്ന വ്യാപാര കരാറിൽ ഇന്ത്യയും UKയും ഒപ്പുവെച്ചു. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് ഒപ്പുവെച്ചത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമുള്ള ഏറ്റവും മികച്ച കരാറെന്ന് സ്റ്റാമർ പ്രതികരിച്ചു. ഏറെ നാളത്തെ പ്രയത്നം വിജയമെന്ന് മോദിയും പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചത്. കരാർ അനുസരിച്ച് ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങൾക്കും UK നികുതി ഒഴിവാക്കും. UKയിൽ നിന്നുള്ള 90% ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും നികുതി കുറയ്ക്കും. ഇന്ത്യയിൽ നിന്നുള്ള ടെക്സ്റ്റൈൽസ്, ലെതർ ഉൽപ്പന്നങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, കാപ്പി, തേയില എന്നിവയ്ക്ക് കരാർ ഗുണം ചെയ്യും. ഇന്ത്യയിൽ നിന്നുള്ള സമുദ്രോൽപ്പന്നങ്ങൾക്ക് UKയിൽ 20% തീരുവ ഉണ്ടായിരുന്നത് 0 ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് 12%, കെമിക്കലുകൾക്ക് 8% തീരുവ UK ചുമത്തിയിരുന്നു. ഇവ രണ്ടും പിൻവലിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയറിനുള്ള തീരുവ കുറച്ചത് IT മേഖലയ്ക്ക് സഹായകമാകും. സ്മാർട്ട് ഫോണുകൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, പാവകൾ, സ്പോർട്സ് ഉപകരണങ്ങൾ, രത്നങ്ങൾ, ആഭരണങ്ങൾ, പ്ലാസ്റ്റിക്, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള തീരുവ എടുത്തുകളയാനും ബ്രിട്ടൻ സമ്മതിച്ചു. ചരിത്രപരമായ ദിവസമെന്ന് കരാർ ഒപ്പുവെച്ച ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു. ഇന്ത്യൻ ജീവനക്കാരെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾ സാമൂഹ്യ സുരക്ഷാ നിധി അടയ്ക്കുന്നതിൽ UKയിൽ ഇളവുണ്ടാകും. ബ്രിട്ടനിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വിസ്കി, ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് ഇന്ത്യയിൽ വില കുറയും. ക്ഷീരോൽപ്പന്നങ്ങൾ, ആപ്പിൾ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ തീരുവ ഇളവ് നൽകില്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കും ഗുണം ചെയ്യുന്ന കരാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും വ്യക്തമാക്കി. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ അനിശ്ചിതത്വം തുടരുമ്പോഴാണ് UKയുമായി ഇന്ത്യ വ്യാപാര കരാർ ഒപ്പുവെച്ചതെന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊല അന്വേഷിക്കാൻ കർണാടക സർക്കാർ രൂപീകരിച്ച പ്രത്യേക സംഘം ഇന്ന് പ്രാരംഭ നടപടികൾ തുടങ്ങി. അതിനിടെ അന്വേഷണ സംഘത്തിൽ നിന്ന് DCP സൗമ്യലത IPS പിന്മാറി. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് സൗമ്യലത. പുതിയ ഉദ്യോഗസ്ഥനെ ഉടൻ സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്ന് ആഭ്യന്തരമന്ത്രി G. പരമേശ്വര അറിയിച്ചു. 20 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തി സംഘം വിപുലീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയതിന് പിന്നാലെയാണ് മുതിർന്ന ഉദ്യോഗസ്ഥയുടെ പിന്മാറ്റം. 5 IPS ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ചും പ്രാദേശിക കേസുകളെക്കുറിച്ചുമുള്ള പരിചയം കണക്കിലെടുത്ത് ദക്ഷിണ കന്നഡ, ഉടുപ്പി, ഉത്തര കന്നഡ ജില്ലകളിൽ നിന്നാണ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിനിടെ കൂട്ടക്കൊല ആരോപണത്തിലെ നിർണായക സാക്ഷിമൊഴി പുറത്തുവന്നു. ധർമ്മസ്ഥലയിൽ ഒട്ടേറെ മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്നാണ് സാക്ഷിമൊഴി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമൊപ്പം പുരുഷന്മാരും കൊല്ലപ്പെട്ടുവെന്നാണ് പോലീസിന് ശുചീകരണ തൊഴിലാളി നൽകിയ മൊഴി. 100-ലധികം മൃതദേഹങ്ങൾ നേത്രാവതി പുഴയോട് ചേർന്നുള്ള വനമേഖലയിൽ താൻ അടക്കം ചെയ്തിട്ടുണ്ടെന്നാണ് മൊഴിയിൽ പറയുന്നത്. 1995 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. ചിലത് കത്തിച്ചു കളഞ്ഞു.
കുറ്റബോധം കൊണ്ടാണ് ഇപ്പോൾ പരാതിയുമായി എത്തിയിരിക്കുന്നത്. കൊലപാതകങ്ങൾ നേരിൽ കണ്ടതായും മൃതദേഹങ്ങൾ അടക്കം ചെയ്തില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണി ഉണ്ടായിരുന്നതായും ശുചീകരണ തൊഴിലാളി മൊഴിയിൽ പറയുന്നു. അതിനിടെ ധർമ്മസ്ഥല ക്ഷേത്രത്തെയും ഹെഗ്ഡെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തുന്ന മാധ്യമ വാർത്തകൾ തടഞ്ഞ കർണാടക കോടതി വിധിക്കെതിരെ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. അതിർത്തി തർക്കങ്ങളെ തുടർന്ന് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. ഇരു രാജ്യങ്ങളും പരസ്പരം വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. 10 പൗരന്മാർ കൊല്ലപ്പെട്ടുവെന്നും 14 പേർക്ക് പരിക്കേറ്റുവെന്നും തായ്ലൻഡ് ആരോപിച്ചു. തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ സംഘർഷത്തെ തുടർന്ന് തർക്കമേഖലയിൽ ഇരു രാജ്യങ്ങളിലെയും സൈനികർ ഏറ്റുമുട്ടി. പരസ്പരം വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതലാണ് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. സംഘർഷം ശക്തമായതോടെ ആളുകളെല്ലാം ബങ്കറുകളിൽ അഭയം തേടുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിൽ ഏറെക്കാലമായി തർക്കത്തിലുള്ള സുരിൻ പ്രവിശ്യയിലെ തായ്മുൻതോം ടെമ്പിളിന് സമീപമാണ് ആദ്യത്തെ ആക്രമണമുണ്ടായത്. ഇവിടേക്ക് കംബോഡിയ പീരങ്കി ആക്രമണവും റോക്കറ്റ് ആക്രമണവും നടത്തിയെന്നും പിന്നാലെയാണ് തായ് സൈന്യം പ്രത്യാക്രമണം നടത്തിയതെന്നും തായ്ലൻഡ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. സായുധാക്രമണവും തായ്ലൻഡിന്റെ പരമാധികാരത്തിന്മേലുള്ള ലംഘനങ്ങളും തുടർന്നാൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കുമെന്നും തായ് സർക്കാർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. കംബോഡിയ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമിക്കുകയാണെന്നും തായ്ലൻഡ് കുറ്റപ്പെടുത്തി. കംബോഡിയയുടെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് കംബോഡിയൻ സൈന്യം ആരോപിക്കുന്നത്. കംബോഡിയയുടെ പരമാധികാരത്തിനെതിരായ തായ്ലൻഡിന്റെ സൈനികാക്രമണത്തെ ശക്തമായി അപലപിക്കുന്നതായും കംബോഡിയയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. സംഘർഷത്തെ തുടർന്ന് തായ്ലൻഡ് അതിർത്തി അടച്ചു. തായ്ലൻഡിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് കംബോഡിയൻ പ്രസിഡന്റ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മോശമായതിനെ തുടർന്ന് പരസ്പരം നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിയതിനു പിന്നാലെയാണ് സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടന്നത്. വർഷങ്ങളായി തുടരുന്നതാണ് തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള അതിർത്തി തർക്കം. ന്യൂസ് ഡെസ്ക് അമൃത TV. റഷ്യൻ വിമാനം ചൈനീസ് അതിർത്തിയിൽ തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന 50 പേരും മരിച്ചു. മരിച്ചവരിൽ 5 പേർ കുട്ടികളാണ്. അങ്കാറ എയർലൈൻസിന്റെ AN-24 വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ചൈനീസ് അതിർത്തിക്ക് സമീപം റഷ്യയിലെ അമുർ മേഖലയ്ക്ക് മുകളിൽ വെച്ച് വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നീട് തകർന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ചൈനയുടെ അതിർത്തിയിലുള്ള ഫാർ ഈസ്റ്റേൺ മേഖലയിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തി. യാത്രക്കാരിൽ ആരും രക്ഷപ്പെട്ടിട്ടില്ലെന്ന് വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 43 യാത്രക്കാരും 7 ജീവനക്കാരുമാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അമുർ മേഖലയിലെ ടിൻഡ പട്ടണത്തിലെ ലാൻഡിംഗിനിടെ പൈലറ്റിന് സംഭവിച്ച പിഴവാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സൈബീരിയ ആസ്ഥാനമായുള്ള അങ്കാര എയർലൈനിന്റെ AN-24 വിമാനം ടിൻഡ വിമാനത്താവളത്തിൽ ഇറക്കാനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ടിരുന്നു. തുടർന്ന് രണ്ടാമതും ലാൻഡിംഗിന് ശ്രമിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 3 പേരുമായി പോയ റോബിൻസൺ R-66 ഹെലികോപ്റ്റർ ഇതേ അമുർ മേഖലയിൽ കാണാതായിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. മുതിർന്ന IAS ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ N. പ്രശാന്ത് IAS-നെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ സസ്പെൻഡ് ചെയ്ത 9 മാസങ്ങൾക്ക് ശേഷമാണ് പ്രശാന്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ N. പ്രശാന്ത് IAS ചീഫ് സെക്രട്ടറി ജയതിലക് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ഇത്തരം പരാമർശങ്ങളിലാണ് ഇപ്പോൾ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖൊബ്രഗഡെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളാണ് പ്രസന്റിംഗ് ഓഫീസർ. അന്വേഷണം നടത്തി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ഉത്തരവിലുള്ളത്. പ്രശാന്തിന് നേരത്തെ കുറ്റപത്ര മെമ്മോ നൽകിയിരുന്നു. എന്നാൽ മെമ്മോയിലെ കുറ്റങ്ങളെല്ലാം പ്രശാന്ത് നിഷേധിച്ചുവെന്നും ഇതിനു പറയുന്ന ന്യായങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ പറയുന്നു. കുറ്റപത്ര മെമ്മോയ്ക്ക് പ്രശാന്ത് നൽകിയ മറുപടി തള്ളുന്നതായും അന്വേഷണ ഉത്തരവിലുണ്ട്. പ്രശാന്ത് ആരോപണങ്ങൾ ഉന്നയിച്ചത് ചീഫ് സെക്രട്ടറി ജയതിലകിനെതിരെയാണ്. എന്നാൽ അന്വേഷണം നടത്തുന്നവർ ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരാണ്. സസ്പെൻഡ് ചെയ്ത 6 മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് ചട്ടം. പ്രശാന്തിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് സസ്പെൻഡ് ചെയ്ത് 9 മാസങ്ങൾക്ക് ശേഷമാണ്. ഇതിനിടയിൽ 3 തവണ സസ്പെൻഷൻ നീട്ടിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തെ ഭൂരിഭാഗം രക്ഷിതാക്കളും പിന്തുണച്ചു എന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട്. 50.7% രക്ഷിതാക്കളും സമയമാറ്റത്തെ പിന്തുണച്ചപ്പോൾ മുൻ രീതിയിലത്തെ സമയക്രമത്തെ അനുകൂലിച്ചത് 6.4% പേര് മാത്രമാണ്. 6 ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം. അക്കാദമിക്
കലണ്ടർ തയ്യാറാക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഈ വർഷം ഫെബ്രുവരി മുതൽ ഏപ്രിൽ 10 വരെ വിവിധ ജില്ലകളിൽ നടത്തിയ പഠനത്തിലാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും സ്കൂൾ സമയമാറ്റത്തെ പിന്തുണച്ചിട്ടുള്ളത്. സ്കൂൾ ദിവസങ്ങളിൽ പരമാവധി സമയം ഉപയോഗിക്കണമെന്ന് 50.7% രക്ഷിതാക്കളും അഭിപ്രായപ്പെട്ടു. 41.1% രക്ഷിതാക്കൾ സിലബസ് കുറയ്ക്കാനും അനാവശ്യ അവധികൾ കുറയ്ക്കാനും നിർദ്ദേശിച്ചു. പഴയ സമയക്രമം മതിയെന്ന് 6.4% പേർ മാത്രമാണ് അഭിപ്രായപ്പെട്ടത്. 0.6% പേർ അവധി പുനഃപരിശോധിക്കുന്നതിനെ അനുകൂലിച്ചു. എന്നാൽ പഠന ദിവസങ്ങൾ കൂട്ടുന്നത് 87.2% പൊതുജനങ്ങളും എതിർത്തു. ശനിയാഴ്ചയുൾപ്പെടെ ക്ലാസ് നടത്താനുള്ള തീരുമാനത്തെയും ഭൂരിഭാഗം പേരും എതിർത്തു. 819 അധ്യാപകരും 520 വിദ്യാർത്ഥികളും 156 രക്ഷിതാക്കളും പഠനത്തിന്റെ ഭാഗമായി. 4490 പൊതുജനങ്ങളെയും സർവേയുടെ ഭാഗമാക്കി. വയനാട്, പാലക്കാട്, ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ്, മലപ്പുറം ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പഠനം നടത്തിയത്. ക്ലാസ് സമയം വെള്ളിയാഴ്ച ഒഴികെയുള്ള 4 ദിവസങ്ങളിൽ അരമണിക്കൂർ കൂട്ടണം. ഒപ്പം ഈ അക്കാദമിക് വർഷം 7 ശനിയാഴ്ചകളിൽ ക്ലാസുകൾ അധികമായി നൽകണമെന്നുമായിരുന്നു വിദഗ്ധ സമിതിയുടെ ശുപാർശ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. പ്രധാന ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിയിടാൻ നിരവധി പേരെത്തി. എല്ലാ പിതൃക്കൾക്കും ഒരുമിച്ച് തർപ്പണം നടത്താമെന്നതാണ് കർക്കിടകത്തിലെ കറുത്ത വാവ് ദിനത്തിലെ ബലിതർപ്പണത്തിന്റെ പ്രാധാന്യം. പിതൃപുണ്യം തേടി ആയിരങ്ങളാണ് തിരുവനന്തപുരം തിരുവല്ലത്തെ പരശുരാമ ക്ഷേത്രത്തിലെത്തിയത്. പിതൃതർപ്പണത്തിനായി ദേവസ്വം ബോർഡ് വിപുലമായ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത്. പുലർച്ചെ 2:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. 9 ബലിമണ്ഡപങ്ങളിലായി ഒരേ സമയം 3500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. ബലിതർപ്പണത്തിനെത്തിയ വാഹനങ്ങൾക്ക് ടോളും ഒഴിവാക്കിയിരുന്നു. ഒമ്പത് മണ്ഡപങ്ങളുണ്ട്. എല്ലാത്തിലുമായിട്ടൊരു 4500 പേർക്ക് ഒരേ സമയം പിതൃകർമ്മം ചെയ്യാവുന്ന രീതിയിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ആലുവ മണപ്പുറത്ത് മേൽശാന്തി മുല്ലപ്പള്ളി ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. മണപ്പുറത്തിന് പുറമെ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും പെരുമ്പാവൂർ ചേലമറ്റം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ബലിതർപ്പണം നടന്നു. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുമായി 100 കണക്കിന് ആളുകളാണ് ബലിയർപ്പിക്കാനായി എത്തിയത്. ആയിരക്കണക്കിന് ആളുകളാണ് കോഴിക്കോട് വരക്കൽ കടപ്പുറത്ത് ബലിതർപ്പണം നടത്തിയത്. കോഴിക്കോട് കടപ്പുറത്തും ബലിതർപ്പണം നടന്നു. മഴയുടെ സാഹചര്യത്തിൽ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ബേപ്പൂരിലെ പ്രസിദ്ധമായ ഗോദീശ്വരം ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലുകളിലായി ഒരേ സമയം 800 പേർക്ക് ബലിതർപ്പണം ചെയ്യുവാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. കോട്ടയം തിരുനക്കര പുതിയ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രം, നാഗമ്പടം മഹാദേവ ക്ഷേത്രം, വെണ്ണിമല ശ്രീരാമലക്ഷ്മണസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണ് ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തിയത്. ആലപ്പുഴ തലവടി ആനപ്രാമ്പാൽ ക്ഷേത്രത്തിലും തൃശൂരിലെ ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ആയിരങ്ങൾ ബലിതർപ്പണം നടത്തി. പുലർച്ചെ മുതൽ ബലിതർപ്പണത്തിനായി ഭക്തരുടെ നീണ്ട നിരയാണ് പലയിടങ്ങളിലും അനുഭവപ്പെട്ടത്. കൊല്ലം, തിരുമുല്ലാവാരം, മുണ്ടയ്ക്കൽ, പാപനാശം എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നത്. പുലർച്ചെ മുതൽ ആരംഭിച്ച വാവ് ബലിതർപ്പണത്തിൽ വലിയ തിരക്കാണ് കൊല്ലം തിരുമുല്ലാവാരം കടൽത്തീരത്തും ക്ഷേത്രത്തിലും അനുഭവപ്പെട്ടത്. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക്, അമൃത TV. മാതാ അമൃതാനന്ദമയി മഠം അമൃതപുരി ആശ്രമത്തിൽ കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണവും പൂജയും നടന്നു. അമ്മയുടെ മുതിർന്ന സന്യാസി ശിഷ്യൻ സ്വാമി തുര്യാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു. ആശ്രമത്തിൽ നടന്ന പൂജയിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള നിരവധി പേരാണ് പങ്കെടുത്തത്. പിതൃസ്മരണയിൽ പ്രാർത്ഥനയോടെ ജനലക്ഷങ്ങൾ ഇന്ന് കർക്കിടക വാവ് ബലി അർപ്പിച്ചു. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലും 100 കണക്കിന് ആളുകളാണ് ബലിതർപ്പണത്തിനെത്തിയത്. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബലിതർപ്പണ ചടങ്ങിന് കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി നേതൃത്വം നൽകി. 100 കണക്കിന് ഭക്തരാണ് മഠത്തിൽ പിതൃക്കളുടെ മോക്ഷത്തിനായി ബലിതർപ്പണത്തിനെത്തിയത്. ജലം ഒഴിക്കാം.
ഭൂഷണമിതം ജലമൊഴിക്കുക. ഓം ബ്രഹ്മാദയ സുരാഹ സർവേ ഋഷയഃ കശ്യപാദയഃ ആഗച്ഛന്തു മഹാഭാഗ ബ്രഹ്മാണ്ടോദർ. പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത്. ഈ ദിവസം ബലിതർപ്പണം നടത്തുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. കർക്കിടകത്തിലെ അമാവാസി എന്ന് പറയുന്നത് പിതൃക്കളുടെ പ്രഭാത സന്ധ്യയും ദേവന്മാരുടെ സായം സന്ധ്യയുമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ ദിവസം രണ്ട് കൂട്ടരെയും പ്രീതിപ്പെടുത്താൻ ഏറ്റവും അനുയോജ്യമാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട്, അമ്മയുടെ സാന്നിധ്യം കൊണ്ടും, അമ്മയുടെ അനേകം ഭക്തന്മാരുടെ പ്രാർത്ഥന കൊണ്ടും പരമപവിത്രമായ സ്ഥാനത്ത് നദീതീരത്ത് ശിവക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് വളരെ പുണ്യപ്രദമായിട്ടാണ് കണക്കാക്കുന്നത്. നല്ല അവസരം നമുക്കെല്ലാവരും കിട്ടി. കർക്കിടക വാവിനോടനുബന്ധിച്ച് കൈമനം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിൽ തിലഹോമവും നടത്തി. കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിലെത്തിയ ഭക്തർ ബലിതർപ്പണ ചടങ്ങിലും തിലഹോമത്തിലും പങ്കെടുത്ത് പിതൃപുണ്യവുമായാണ് മടങ്ങിയത്. ഇവിടെ അറിഞ്ഞു കേട്ട് ഞാൻ വന്നതാണ്. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു എല്ലാം തത്വങ്ങൾ മനസ്സിലാക്കി സ്വാമിജി പറഞ്ഞു തരിക. അപ്പോൾ നമുക്കൊരു നല്ല തൃപ്തി വരും. നമ്മൾ ചെയ്യുമ്പോൾ സമാധാനത്തിലിരുന്ന് ചെയ്യാം. പല ജന്മങ്ങളിലുള്ള മാതാപിതാക്കൾക്കും ഈ നമുക്ക് ഈ ഗതി കിട്ടാതെ പോയ ആത്മാക്കൾക്കൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയൊരു തൃപ്തിയുണ്ട്. തലസ്ഥാനത്തെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളിലും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. മരണകാരണം സംബന്ധിച്ചുള്ള ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. വെള്ളിയാഴ്ച മുതൽ ഞായർ വരെ ഷാർജയിൽ വാരാന്ത്യ അവധിയായതിനാൽ റിപ്പോർട്ട് ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. അതുല്യയുടെ ശരീരത്തിൽ കണ്ടെത്തിയ പാടുകൾ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മരണം കൊലപാതകമാണോ എന്ന് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് സഹോദരി അഖില ഷാർജ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മാത്രമേ അതുല്യയുടെ മരണത്തിലെ ദുരൂഹത നീങ്ങുകയും മൃതദേഹം നാട്ടിലെത്തിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരികയുമുള്ളൂ. ദുബായ് എമിറേറ്റിലെ വിസ സേവനങ്ങൾ കൂടുതൽ സുഗമമാക്കുന്നതിനായി ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആരംഭിച്ച വീഡിയോ കോൾ സേവനത്തിന് മികച്ച സ്വീകാര്യത. ഈ വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 52,000-ലേറെ കോളുകളാണ് ലഭിച്ചതെന്ന് GDRFA ദുബായ് മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി അറിയിച്ചു. ഇതിൽ ഏറ്റവും കൂടുതൽ കോളുകൾ ലഭിച്ചത് എൻട്രി, റെസിഡൻസി പെർമിറ്റ് സേവനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കൂടാതെ എക്സ്റ്റാബ്ലിഷ്മെന്റ് കാർഡ് സേവനങ്ങൾ, സാമ്പത്തിക സേവനങ്ങൾ, പാസ്പോർട്ട് വിതരണ സേവനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ടും വീഡിയോ കോളുകൾ ലഭിച്ചുവെന്ന് അദ്ദേഹം വിശദീകരിച്ചു. താമസ കുടിയേറ്റ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കാര്യക്ഷമമാക്കാനും കാലതാമസം ഒഴിവാക്കാനുമായി 2023 ജനറൽ ഡയറക്ടറേറ്റ് ഉപഭോക്തൃ സൗഹൃദ വീഡിയോ കോൾ സേവനം ആരംഭിച്ചത്. അബുദാബിയിലെ ടാക്സി വാഹനങ്ങളിൽ പരിശോധനാ ക്യാമ്പിന് തുടക്കമായി. എമിറേറ്റിലെ പൊതുഗതാഗത സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന അബുദാബി മൊബിലിറ്റിയാണ് പരിശോധന നടത്തുക. ടാക്സി വാഹനങ്ങളുടെ വൃത്തി, സുരക്ഷാ സംവിധാനങ്ങൾ, സർവീസുകൾ നടത്തുന്നതിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്നിവ സംബന്ധിച്ച പരിശോധനകൾ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. പൊതുജനങ്ങൾക്ക് സുരക്ഷിതവും വിശ്വസനീയവും സൗഹൃദപരവുമായ സേവനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുറപ്പാക്കാനാണ് പരിശോധനകൾ. കുവൈറ്റിൽ 12 ദശലക്ഷം കുവൈറ്റ് ദിനാർ വിപണി മൂല്യം വരുന്ന സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ പിടികൂടി. വാട്ടർ പൈപ്പുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു ലഹരി വസ്തുക്കൾ. മയക്കുമരുന്നുകളെ ചെറുക്കുന്നതിനും അവയുടെ ദോഷകരമായ ഫലങ്ങളിൽ നിന്ന് സമൂഹത്തെ സംരക്ഷിക്കുന്നതിനുമുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിരന്തര ശ്രമങ്ങളുടെ ഭാഗമായാണ് ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കസ്റ്റംസ്, ജനറൽ ഫയർഫോഴ്സ് എന്നിവയുമായി ഏകോപനത്തിൽ ഈ ഓപ്പറേഷൻ നടത്തിയത്. മയക്കുമരുന്ന് വേട്ടയുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതിന്റെ മുഖ്യപ്രതി എന്ന് സംശയിക്കുന്നയാൾ വിദേശത്താണ്. വിദേശ രാജ്യത്തെ ഒരു മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസിയുമായി സഹകരിച്ച് അയാളെ പിടികൂടാനും ഉചിതമായ നിയമ നടപടി സ്വീകരിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരികയാണ്. കുവൈറ്റിലേക്ക് പരിശീലനം ലഭിച്ച ഈജിപ്ഷ്യൻ തൊഴിലാളികളെ നൽകുന്നതിനുള്ള സംയുക്ത ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം നിലവിൽ വന്നു. ഈജിപ്ഷ്യൻ തൊഴിൽ മന്ത്രാലയമാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. തൊഴിലാളികളും തൊഴിലുടമകളും തമ്മിലുള്ള കരാറുകളിൽ ഇടനിലക്കാരുടെ പങ്ക് കുറയ്ക്കുന്നതിന് ഈ പ്ലാറ്റ്ഫോം സഹായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്നതിനും വിപണിയിലെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നതിനും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ച് തൊഴിലാളി ബോധവാന്മാരാകുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണ പദ്ധതിയുടെ ഭാഗമായാണിത്. ഇതുമായി ബന്ധപ്പെട്ട പുരോഗതികൾ വിലയിരുത്തുന്നതിനായി ഈജിപ്ഷ്യൻ തൊഴിൽ മന്ത്രാലയവും കുവൈറ്റ് മാനവശേഷി സമിതി അധികൃതരും തമ്മിൽ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു.
കുവൈറ്റിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനും വാടക കരാറുകളിൽ സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി 2026 ഏകീകൃത ഇലക്ട്രോണിക് പാട്ടക്കരാർ സംവിധാനം നിലവിൽ വരും. പുതിയ കുവൈറ്റ് 2035 വിഷൻ പദ്ധതിയുടെ ഭാഗമായ ഈ പ്ലാറ്റ്ഫോം കാലഹരണപ്പെട്ട പേപ്പർ അധിഷ്ഠിത കരാറുകൾ മൂലമുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ലക്ഷ്യമിടുന്നത്. റെസിഡൻഷ്യൽ, കൊമേഴ്സ്യൽ അല്ലെങ്കിൽ നിക്ഷേപ പ്രോപ്പർട്ടികൾക്കായും ഭൂവുടമകൾക്കും വാടകക്കാർക്കും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്കും ഇലക്ട്രോണിക്കായി വാടക കരാറുകൾ ഉണ്ടാക്കാനും കൈകാര്യം ചെയ്യാനും ഇത് സൗകര്യമൊരുക്കും. പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ, വാണിജ്യ മന്ത്രാലയം, നീതിന്യായ മന്ത്രാലയം തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും റിയൽ എസ്റ്റേറ്റ് അസോസിയേഷനുകളും തമ്മിൽ ഏകദേശം 3 വർഷത്തെ സഹകരണത്തിന്റെ ഫലമായാണ് ഈ സംരംഭം. അബുദാബിയിൽ മരിച്ച മലയാളി വനിതാ ഡോക്ടർ ധനലക്ഷ്മിയുടെ മൃതദേഹം പുലർച്ചെയോടെ നാട്ടിലെത്തിക്കും. രാത്രി 11:40 അബുദാബി കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുവരിക. കണ്ണൂർ പയ്യാമ്പലത്ത് വെള്ളിയാഴ്ച രാവിലെ 10 സംസ്കാരം. അബുദാബിയിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയും എഴുത്തുകാരിയുമായിരുന്നു ഡോക്ടർ ധനലക്ഷ്മി. OICC മക്ക മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികം ഓർമ്മയിൽ കുഞ്ഞൂഞ്ഞി എന്ന പേരിൽ ഈ മാസം 27 ഞായറാഴ്ച രാത്രി 7:30 മക്ക നവാരിയയിലെ നജ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ മുഖ്യാതിഥിയായി ചാണ്ടി ഉമ്മൻ പങ്കെടുക്കും. ചടങ്ങിൽ വെച്ച് ആതുര ശുശ്രൂഷ രംഗത്തും പൊതുരംഗത്തും നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് അബീർ ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് ആലുങ്കലിനെ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ വിശിഷ്ട സേവാ പുരസ്കാരം നൽകി ആദരിക്കും. കൂടാതെ മക്കയിലെ ഹോസ്പിറ്റലുകളിൽ മികച്ച സേവനം നടത്തുന്ന 60ഓളം മലയാളി നഴ്സുമാർക്ക് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ സേവാ പുരസ്കാരം നൽകി ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം മക്കയിൽ നിന്നും എംബസി സ്കൂളിൽ പഠിച്ച് 10ാം ക്ലാസ്സിലും +2 ക്ലാസ്സിലും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അക്കാദമിക് എക്സലൻസ് അവാർഡ് നൽകി ആദരിക്കുന്നതായി ഭാരവാഹികൾ വ്യക്തമാക്കി. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കടുത്ത മത്സരം. 6 പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. മോഹൻലാൽ പിന്മാറിയതോടെയാണ് കടുത്ത മത്സരത്തിന് കളമൊരുങ്ങിയത്. അതേസമയം ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് സംഘടനയിലെ അംഗങ്ങൾക്കിടയിലുള്ളത്. അമ്മ സംഘടന തെരഞ്ഞെടുപ്പിലേക്ക് 93 പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 6 പേർ മത്സരരംഗത്തുണ്ട്. ജഗദീഷ്, ശ്വേതാ മേനോൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, ദേവൻ എന്നിവരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുക. പേരിലെ പ്രശ്നം കാരണം ജോയ് മാത്യുവിന്റെ പത്രിക തള്ളി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനായി 5 പത്രികകളാണ് ലഭിച്ചിരിക്കുന്നത്. കുക്കു പരമേശ്വരൻ, ബാബുരാജ്, ജയൻ ചേർത്തല, അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ എന്നിവർ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും പത്രിക സമർപ്പിച്ചു. ഈ മാസം 31 വരെ പത്രികകൾ പിൻവലിക്കാൻ സമയമുണ്ട്. പിൻവലിക്കാനുള്ള സമയമാണ് 31/7/25. ഇപ്പോൾ വളരെ പേര് പല ഇതിലും പോസ്റ്റിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് ഒരു രൂപരേഖ നിങ്ങൾക്ക് തരാനായിട്ട് ഒക്കില്ല. ഒരാൾക്ക് ഒരേ ഒരു പോസ്റ്റിലേ മത്സരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നോമിനേഷൻ എല്ലാ പോസ്റ്റുകളിലും കൊടുക്കാം. നല്ല രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ടായി. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ 2 അഭിപ്രായങ്ങളാണുള്ളത്. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ തെറ്റില്ലെന്ന് നടിമാരായ അൻസിബയും സരയും അഭിപ്രായപ്പെട്ടു. നമുക്ക് ആരോപണ വിധേയരായിട്ടുള്ള ഒരുപാട് മന്ത്രിമാരുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവർക്ക് മത്സരിക്കാമെങ്കിൽ ആർക്കും മത്സരിക്കാം അല്ലേ. ഒരു സംഘടനയേക്കാൾ വലുതാണ് ഒരു രാഷ്ട്രം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തന്നെയാണ് സത്യം. ഞങ്ങൾ കോടതിയല്ല, ഞങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള ഒരു 500 പേർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീമാണ്. സോ ഞങ്ങളുടെ ഫോക്കസ് എപ്പോഴും അതുതന്നെയായിരിക്കും. എന്നാൽ ആരോപണ വിധേയർ മാറി നിൽക്കുന്നതാണ് അന്തസ്സെന്ന് അനൂപ് ചന്ദ്രൻ പ്രതികരിച്ചു. ആരോപണ വിധേയരായുള്ളവർ ഉറപ്പായി മാറി നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അന്തസ്, അതിൻ്റെ മര്യാദ അതാണ്. വളരെയധികം ആളുകൾ മത്സരരംഗത്തുള്ള തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത്. എല്ലാ സ്ഥാനങ്ങളിലേക്കും കടുത്ത മത്സരം നടക്കാനാണ് സാധ്യത. അമൃത ന്യൂസ്, കൊച്ചി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ജിദ്ദ നവോദയ അനുശോചന പരിപാടി സംഘടിപ്പിച്ചു. രക്ഷാധികാരി സമിതി അംഗം മൊയ്തീൻ KV അധ്യക്ഷനായി. ഷറഫിയ ലക്കി ദർബാറിൽ നടന്ന അനുശോചന യോഗം ജിദ്ദ നവോദയ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ മാവേലിക്കര മുഖ്യപ്രഭാഷണം നടത്തി. CM അബ്ദുൾ റഹ്മാൻ, ഷിഹാബുദ്ദീൻ എണ്ണപ്പാടം, ആസിഫ് കരുവാറ്റ, അബൂബക്കർ അരിമ്പ്ര ഹക്കീം, പാറക്കൽ PPA, റഹീം മുസാഫിർ, കബീർ കൊണ്ടോട്ടി തുടങ്ങിയ ജിദ്ദയിലെ രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിലെ നേതാക്കളും യോഗത്തിൽ സംസാരിച്ചു. VS എന്ന 2 അക്ഷരത്തിൽ എക്കാലത്തും ഓർമ്മിക്കപ്പെടുമെന്നും യോഗത്തിൽ സംസാരിച്ചവർ പറഞ്ഞു.
പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിലെ 4ാം ദിനം ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ പ്രതിഷേധം. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. പ്രക്ഷുബ്ധമായതിനെ തുടർന്ന് ഇരു സഭകളും ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ പകരക്കാരനെ നിശ്ചയിക്കാൻ എൻഡിഎയിൽ സജീവ ചർച്ചകൾ. പ്രധാനമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞു മടങ്ങിയെത്തിയാൽ ഉടൻ BJP യോഗം ചേരും. പ്രധാനമന്ത്രിയുടേത് ആകും അന്തിമ തീരുമാനം. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലെ രാഷ്ട്രീയ നേട്ടത്തിനുകൂടി ഉതകുന്ന തരത്തിലായിരിക്കും BJPയുടെ സ്ഥാനാർത്ഥിയെന്നാണ് സൂചന. സെപ്റ്റംബറിൽ ഇന്ത്യ വേദിയാവേണ്ടിയിരുന്ന ഏഷ്യാ കപ്പിന് UAE വേദിയാവും. ഇന്ത്യ ഉൾപ്പെടെ 8 ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുക്കും. സെപ്റ്റംബർ 5 മുതൽ 21 വരെയായിരിക്കും ടൂർണമെന്റ് നടക്കുക. ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, UAE, ഒമാൻ, ഹോങ്കോങ് എന്നീ ടീമുകളായിരിക്കും ടൂർണമെന്റിൽ പങ്കെടുക്കുക. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും അമൃത ന്യൂസ് യൂട്യൂബ് സന്ദർശിക്കുക. നമസ്കാരം.